സെർച്ച് ഓപ്ഷനിൽ കൊളാബ് സെർച്ച് ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൊളാബറേറ്റീവ് ഒരു ഫസ്റ്റ് തന്നെ കിട്ടുന്നത് കാണാം. ഇത് കണ്ടോ കൊളാബറേറ്റീവ് ഞാൻ ഇൻസ്റ്റാൾ കൊടുക്കാം. ചെയ്യാൻ പറ്റാത്ത സ്റ്റെപ്പ് നോട്ട് ചെയ്ത് വെച്ചിട്ടാ IPYNT
അപ്ലോഡ് ചെയ്യണം. ഡ്രൈവിനുള്ളിലേക്ക് ഒരു ഇമേജിനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ കൊളാബിന്റെ അപ്പുറത്ത് നിങ്ങളുടെ ഡ്രൈവിന്റെ ടാബ് ഓപ്പൺ ആയിട്ടുണ്ടാവുമല്ലോ, ആ ടാബ് എടുത്തിട്ട് നമ്മൾ ന്യൂ കൊടുക്കാം. ന്യൂ കൊടുത്തതിന് ശേഷം ഫയൽ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ലേ ന്യൂവില്? നിങ്ങളുടെ സിസ്റ്റത്തിൽ വല്ല ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇമേജ് ഫേസിന്റെ സ്ലൈഡിൽ ഫേസ് ഉള്ള ഒരു ഇമേജ് ഈ ഫയൽ അപ്ലോഡ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം ഡ്രൈവിലേക്ക്. ക്ലിയർ ആണോ? ഡ്രൈവിലേക്ക് ഇങ്ങനെ നമ്മൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാം ഇമേജിനെ. ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലേ ഇത് നിങ്ങൾക്ക് ഇവിടെ കണ്ടന്റ് സ്ലാഷ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. അവിടെ മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളർ ലിങ്ക് കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡ്രൈവിന്റെ ഉള്ളിലത്തെ ഫയൽസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഈ ഡ്രൈവില് നിങ്ങൾ മൈ ഡ്രൈവിലാണ് കൊളാബ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മൈ ഡ്രൈവ് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് നിങ്ങൾ എവിടെയാണോ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ആ ഫോട്ടോനെ സെലക്ട് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞു കഴിഞ്ഞ് ചെയ്യണോ ഇതിലൊപ്പം ചെയ്ത് പോകണോ? പറഞ്ഞു ഞാനിവിടെ ടൊമിനോ എന്ന് പറഞ്ഞൊരു ഇമേജ് എടുത്തിട്ടുണ്ട്. ഈ ഇമേജിന്റെ നേരെ 3 ഡോട്ട് കാണും. ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പി പാത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് ആ ഇമേജിന്റെ പാത്ത് കോപ്പി ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ. ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? നമ്മുടെ ഇമേജിന്റെ പാത്ത് കോപ്പി ആയിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഫയൽസ് ക്ലോസ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സെല്ല് എടുക്കാം. മൂന്നാമത്തെ സെല്ലിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ആ പാത്തിനെ പേസ്റ്റ് ചെയ്യാം. നിങ്ങൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള പാത്ത് ഉണ്ടല്ലോ, പാത്ത് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് അതിനെ പേസ്റ്റ് ചെയ്യാം. ക്ലിയർ ആണോ? അത് ഡ്രൈവിനെ മൗണ്ട് ചെയ്യാം. മൗണ്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ബ്ലൂ ലിങ്ക് മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവ് ഓപ്പൺ ആയിട്ട് വരും. ആ ഡ്രൈവിൻ്റെ ഉള്ളിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇമേജ് എടുക്കുക. ഇമേജിന്റെ പാത്ത് എടുത്തിട്ട് അടുത്ത സെല്ലിൽ പാത്ത് പേസ്റ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇതാണ് ബോർഡ്. ഓരോ സെല്ലും എന്റെ ഫോട്ടോ എടുത്തിരിക്കുക വേറെ ഒന്നും തുടങ്ങി ഇത് കൊടുക്കുമ്പോഴാണ്
ഇതാണ് അടുത്ത സെല്ല്. അപ്പൊ നിങ്ങൾ അടുത്ത സെല്ല് എടുത്തിട്ട് ഗ്രീൻ കളറിലുള്ള ബോർഡ് ടൈപ്പ് ചെയ്യണമെന്നില്ല. യോഗ്യതയായിട്ട് ഇട്ടിട്ട് ടൈപ്പ് ചെയ്യാം. പ്രിന്റ് അതിന് വേണ്ടിയിട്ടുള്ള ഏജ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോർഡാണ്. ഇതിന്റെ ടൈപ്പ് ചെയ്തിട്ട് ഈ സെല്ല് റൺ ചെയ്യാം കേട്ടോ.